മുക്കത്തെ ഹോട്ടലിൽ ആ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ആ ഒരു ഹോട്ടൽ ഏതാണെന്നുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ ആണെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പോടെ കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. ആൻഡ് ഇത് ചെയ്തേക്കുന്ന പുന്നാര മക്കളുടെ ഫോട്ടോ മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുണ്ട്. ഈ കണ്ണാടി വെച്ചേക്കുന്ന ഈ പൊന്നുമോനാണ് അച്ഛനെ പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയെ എടുത്ത് അത്തരം ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ലാസ്റ്റിൻ്റെ വീഡിയോക്കകത്ത് ആ ഒരു പെൺകുട്ടി ആ സമയത്ത് ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ വളരെ കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. കാണാത്ത ആൾക്കാരെ പോയി നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് ഇയാൾ പറയുന്നുണ്ട്, അയ്യോ ഒച്ച വെക്കരുതേ, എനിക്ക് മാനക്കേടാണ്, അല്ലെങ്കിൽ എൻ്റെ മാനം നഷ്ടപ്പെടും എന്നുള്ള ഇയാൾ പറയുന്നുണ്ട്. അപ്പോഴും ഇയാൾ ഈ പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നില്ല. ഈ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞേക്കുന്ന ഈ പൊന്നുമോൻ, പിന്നെ ഈ മഞ്ഞ ടീഷർട്ട് ഇട്ട ഈ പൊന്നുമോനാണ് ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സഹായി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ ആ ഒരു ഇട്ട വീഡിയോക്കകത്ത് ഒരാൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത്, ബ്രോ പോലീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇങ്ങനെ എത്ര സംഭവം നടക്കുന്നുണ്ട് ഒരു ദിവസം, ഒരു കേസ് മാത്രം പറഞ്ഞ് അവരുടെ ജോലിയെ പരിഹസിക്കരുത്, പിന്നെ നിയമം ഇപ്പോൾ ശക്തമാണ്, കുറ്റത്തിന് ശിക്ഷ കിട്ടും. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ഈ ഒരു കമൻറ്റിനുള്ള ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ പറയാം, അതായത് ഇപ്പോൾ കിട്ടുന്ന ശിക്ഷ രീതിയുടെ കാര്യത്തെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ, ആ ഒരു ശിക്ഷ രീതി നിങ്ങളിപ്പോൾ കഷായം ഗ്രീഷ്മയുടെ കേസ് മാത്രം എടുത്ത് നോക്കുക. നമ്മുടെ ആ ഒരു ജഡ്ജി അല്ലെങ്കിൽ ആ ഒരു കോർട്ട് അങ്ങനെ ഒരു വിധി വിധിച്ചപ്പോൾ പോലും ആ വിധിച്ച ജഡ്ജിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇതൊരിക്കലും നടപ്പാക്കില്ല, കഷായം ഗ്രീഷ്മയ്ക്ക് വിധിച്ചേക്കുന്ന ആ ഒരു ശിക്ഷ നടപ്പാക്കില്ല എന്നുള്ള വളരെ കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അത് ഗ്രീഷ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, 38 വയസ്സാകുമ്പോൾ ഞാൻ ഊരി പോരും എന്നുള്ളത്. പക്ഷെ അങ്ങനെ വിധിച്ചത് എന്തിൻ്റെ പേരിലായിരുന്നു? മാതൃകാപരമായിട്ട് നാളെ ഒരാളും ഇനി ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു പിഴവ് എന്ന് പറയുന്നത് ഒരു ഇത്തരം ഒരു കൃത്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോകാനുള്ള ലൂപ്പ് ഹോളും ഇതേ നിയമത്തിൽ തന്നെയുണ്ട്. ഓക്കെ, ആൻഡ് ഇത്തരം ഈ പറയുന്ന പോലെ മ/ര/നം പിന്നെ ഈ RAPE ഓക്കെ, ഇത്തരം കേസുകളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലാണെങ്കിൽ ഈ ആഡ് സൂട്ടിലപ്പെട്ട് അടിക്കുന്നുണ്ട്. അത്തരം വാക്കുകൾ ഞാൻ ഇതിനകത്ത് പറയുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഈ ഒരു വിഷയത്തിലാണെങ്കിൽ ഇവർ ഈ ഫാമിലിനെ സ്വാധീനിക്കാനെ കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോഴും ഈ പോലീസുകാർ നോക്കൂത്തിയായിട്ട് നിൽക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചപ്പോഴാണ് യുവതിയുടെ അമ്മയെ വിളിച്ച് സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നത്. 3 പേരും നിലവിൽ ഒളിവിലാണ്. കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായാണ് ുമായി ബന്ധപ്പെട്ടവർ യുവതിയുടെ അമ്മയെ സമീപിച്ചത്. കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ യുവതിയുടെ അമ്മേനെ ഈ പുന്നാര മക്കള് കോണ്ടാക്ട് ചെയ്തിട്ടും ഈ പോലീസുകാർക്ക് ഇവരെ ട്രേസ് ചെയ്യാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ഓക്കെ, കോംപ്രമൈസ് ആവാൻ വേണ്ടിയിട്ട് ഇവൻ കോൾ ചെയ്തേക്കുന്നത്. ഇവൻ നല്ല പ്രവൃത്തിയാണല്ലോ ചെയ്യുന്നത്, നുള്ളിയനും പിച്ചേനും മാന്തേനും ആണല്ലോ ഈ പറഞ്ഞ കോംപ്രമൈസിന് അല്ലെങ്കിൽ ഈ കേസ് പിൻവലിക്കണമെന്ന് പറയാനെ കൊണ്ട് ഇവൻ പുന്നാര മക്കള് വിളിച്ചേക്കുന്നത് അല്ലേ. എന്നിട്ടും ഇത്രയും ദിവസമായിട്ട് പോലീസുകാർ എന്ത് ചെയ്യുകയാണ് നിങ്ങൾ ഈ പോലീസുകാർ? ഞാൻ സീരിയസ്ലി പറയാണ്, എല്ലാ പോലീസുകാരും മോശമായിട്ടുള്ള ആളുകളല്ല, ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എൻ്റെ പരിചയത്തിൽ എനിക്കറിയാവുന്ന നല്ലവരായിട്ടുള്ള ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഓക്കെ, പക്ഷേ ഈ പാഷാണത്തെ ക്രിമി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു പൈസയുടെ ഇൻഫ്ലുവൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നട്ടല് പണയം വെച്ചിട്ട് ഇരിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ലാസ്റ്റിൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. എന്തായാലും ഇനി ആ ഒരു പെൺകുട്ടിയുടെ റിലേറ്റീവ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പുതിയതായിട്ട് ഇപ്പം മീഡിയാസിന് കൊടുത്തൊരു ബൈറ്റാണ്, അതോടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഈ സംഭവം നടന്നിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു 4 ദിവസമായി, 4ാമത്തെ ദിവസമാണ്. ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം പിടികൂടാനോ മറ്റു കാര്യങ്ങളോ, ഞാൻ നിരന്തരം പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുന്നു, ഓഫീസേഴ്സായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു പ്രതിയെ പിടികൂടി മാത്രമുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല. ഇന്ന് ഇത്രത്തോളം ഒരു വീഡിയോ പോലും പുറത്തു പോയിട്ടും ഇതുപോലുള്ള എത്രയോ തെളിവുകൾ വീണ്ടും പോലീസിന് ഹാജരാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ തെളിവും എല്ലാം ഹാജരാക്കാൻ പറ്റും. എന്നിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഈ ഇരുട്ടിൽ തപ്പുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് തവണ എന്തൊക്കെയോ ദുർവ്യത ആൾ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് നമ്മളെ സൂചന, നമുക്ക് കിട്ടുന്ന സൂചന. അതുപോലെ തന്നെ പോലീസ് ഇത്രത്തോളം ഗൗരവമായ വിഷയത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു ഇത് നമ്മുടെ ഭാഗത്തുണ്ട്. കാരണം എന്താണ്, ഇത് കേസ് കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് ഹണി റോസ് അല്ലേ? ഇത്രയും ഈ ഭരണക്കിടക്കയിൽ നിൽക്കുമ്പോൾ പോലും ആ ഒരു പെൺകുട്ടി പോലീസുകാരുടെ അടുത്ത് ഇത്തരം ഒരു മൊഴി പറഞ്ഞിട്ടും അവർക്ക് ഇതൊന്നും ഇത്രയും ആ ഒരു സീരിയസ്നെസ്സോടെ അവരെടുക്കുന്നില്ല. കാരണം എന്താണ്, പൊളിറ്റിക്കലി വന്ന ഇൻഫ്ലുവൻസിന്റെ കാരണം കൊണ്ട് തന്നെയാണ്. ഓക്കെ, ആൻഡ് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്രയും എന്താ പറയുക ക്ലിയർ ആയിട്ടുള്ളൊരു എവിഡൻസ് കിട്ടിയിട്ടും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു വീഴ്ച വരുന്ന അല്ലെങ്കിൽ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം പറയുന്ന പോലെ ചെയ്യുന്ന പരിപാടി നിങ്ങൾ എന്താണ്, ഇത് കുഞ്ഞളിയാണോ ഇത്? ഇനിയിപ്പം ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇവരെ നേരെ കോടതി കൊണ്ടുപോകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇയാൾക്ക് ഈ പറയുന്ന പോലെ ഇത് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൊടുക്കൂല. അങ്ങനെയാണ് നമ്മുടെ നിയമം. കാര്യം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ പീഡന കേസുകൾക്ക് പോലും വിധിക്കാറില്ല, പിന്നാണ് ഈ പറയുന്ന ശ്രമത്തിന് അല്ലേ. കൃത്യമായ മൊഴി തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഒരു 3 മൊഴികൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ മൊഴി എടുത്തിട്ടുണ്ട്, 2ാമത്തെ ദിവസം എടുത്തു, ഇന്നും മൊഴി എടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടി അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാണ്. പക്ഷേ FIR പോലും അവർ കാണിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണു എന്നൊക്കെയാണ്. അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ണക്കിടക്കിൽ പോലും ആ ഒരു പെൺകുട്ടി ആവർത്തിച്ച് പറഞ്ഞാണ് ഇത്രയും ആൾക്കാർ ചെയ്തേക്കുന്ന ഈ ഒരു കൃത്യത്തെ കുറിച്ചിട്ട്. എന്നിട്ടും പോലീസുകാർ FIRൽ എഴുതിയേക്കുന്നത് ബാൽക്കണിയിൽ നിന്ന്
ആണെന്നുള്ളത് അപ്പം തന്നെ വളരെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ഇത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത്രയും നട്ടല് പണയം വെക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരാണോ അവിടെ നിന്നിട്ടുള്ളത്? അവരുടെ ആ ഒരു മർഡറിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ ആണെങ്കിൽ ഈ കടക്കടക്കൽ നിന്നപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ മൊഴി ഇത് തന്നെയാണോ? ആവർത്തിച്ച് ആ ഒരു പെൺകുട്ടി പറയുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് FIRൽ അത് വരാത്തത്? പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു കാര്യത്തിൽ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇതാണോ നിങ്ങൾ കാണിക്കുന്ന എഫിഷ്യൻസി? ഇതാണോ നിങ്ങൾ കാണിക്കുന്ന ഇത്രയും കേരള പോലീസിന് മുഴുവനായിട്ട് അപമാനകരമായിട്ടുള്ളൊരു കേസാണിത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ട് ആ വീട്ടുകാരെ തന്നെ വിളിച്ച് ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്ന കോൺടാക്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. എന്തോന്ന് ഇത് വീരപ്പൻ കുറിപ്പാ? 3 തവണയും കൂടി കൊടുത്തിട്ടുള്ളത് പ്രാണരക്ഷാർത്ഥം ചാടിയെന്നാണ്. ആദ്യ തവണ വന്നപ്പോഴും അല്ലെ, പിന്നെ പോലീസ് വന്നപ്പോഴും ഒക്കെ ഈ രീതിയിൽ തന്നെയാണ് കൊടുത്തത്. ഈ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷേ FIR ഉള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണുന്നില്ല രീതിയിലാണ്. പക്ഷെ നമ്മൾ ബന്ധപ്പെട്ട എത്ര തവണ ബന്ധപ്പെട്ട പോലീസുകാർ ബന്ധപ്പെടും, നമ്മുടെ ഡ്യൂട്ടി ചെയ്തോളാം എന്നുള്ളൊരു മറുപടിയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അല്ലാതെ പോസിറ്റീവായിട്ടുള്ള ഇതുവരെയായിട്ടും 4 ദിവസമായിട്ടും ഒരു നടപടികളും പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അത് ഖേദപൂർവ്വം വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അവർ നടപടി കാര്യങ്ങളൊന്നും സ്വീകരിക്കൂല. കാര്യം നല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇന്ത്യയുടെ ഇടയിൽ ഉണ്ടേ, നല്ല കളി കളിക്കുന്നുണ്ട്. പോലീസുകാർക്ക് ഒന്നും, ഞാനൊരു കാര്യം പറയട്ടെ, പോലീസുകാർക്ക് ഇതിനകത്ത് പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പോലെ ഇത്ര മേളിൽ നിന്ന് ഒരു ഓർഡർ വന്നതിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ പോലീസുകാർ പെട്ട് കിടക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണെങ്കിൽ നിങ്ങൾ പറയുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ മേളിൽ നിന്ന് ഓർഡറിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ, ഇൻഫ്ലുവൻസിൻ്റെ ഇതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഇത് തന്നെ ചെയ്യുമോ? നട്ടല് പണയം എടുത്തിട്ട് വേറൊരുത്തരം വേണ്ടി ഇങ്ങനെ നിൽക്കുമോ? അതിലും പേരെ നിങ്ങൾ യൂണിഫോം ഊരി വെച്ചിട്ട് വല്ല കട്ടപ്പാര എടുത്ത് കക്കാൻ പോകും നിങ്ങൾ. അല്ലാതെ ഇതിൽ കൂടുതൽ എന്താ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്? വിഷമത്തോടു കൂടെ നമ്മൾ ആ വീഡിയോ വിട്ടത്. കാരണം ജനങ്ങളെങ്കിലും സത്യം അറിയണം. പ്രത്യേകിച്ച് അദ്ദേഹം ഈ മാന്യൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി തന്നെ, അയാൾ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിൽ ഈ കുട്ടിക്കെതിരായിട്ട്. അപ്പോൾ സ്വാഭാവികം നമ്മൾ ആ വീഡിയോ പുറത്തുവിട്ടില്ല, ജനങ്ങൾ പോലും ചിലപ്പോൾ ആ കുട്ടിയെ സംശയിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പുറത്തുവിട്ടത്. അയാൾ പ്രചരിപ്പിക്കാതെ തന്നെ നല്ല രീതിയിൽ ആൾക്കാർ ആ ഒരു പെൺകുട്ടീനെ ലക്ഷ്യം ചെയ്യുന്നുണ്ട്. ഞാൻ ലാസ്റ്റിലെ വീഡിയോക്കകത്ത് വന്നിരിക്കുന്ന ഒരു കമന്റ് ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് ഞാൻ വായിക്കുന്നുണ്ട്. അതായത് പെൺകുട്ടി പുണ്യാളത്തി ആയിരിക്കുമല്ലേ, അതിന് റിപ്ലൈ ആയിട്ട് വേറൊരുത്തനായിട്ടാണ് എന്താ ചത്തില്ല അതുകൊണ്ട് വെളുപ്പിക്കാവുന്നുള്ളത്. ഇത്രയും പൈശാചികമായിട്ടുള്ള മനസ്സും പേര് നടക്കുന്ന ഒരുപാട് ആളുകൾ ഇത്തരം സമൂഹത്തിലുണ്ട് ഇല്ലേ? ഇത്തരം ഒരു കമന്റ് ഈ ഒരു വിഷയത്തിൽ അവർക്ക് ഇടാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന അതേ മെന്റാലിറ്റി ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരം കമന്റ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ചില ആളുകൾ വീണ്ടും ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ആ കുട്ടി തനിച്ചുള്ള സമയത്താണ് ഏകദേശം ഒരു 11 മണിയോട് കൂട്ടിയിട്ട് അവർ പോവുകയും അവർ ബലമായിട്ട് പിടിക്കുകയും അതിനകത്ത് വിഷ്വലിൽ തന്നെ അവരുടെ ഓഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് കാണുന്നുണ്ട് ഒച്ചവെക്ക നിന്റെ മാനം കളയും, മാനം പോകുന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതും ഒരു തെളിവായിട്ട്, ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള തെളിവല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഖേദകരമാണ്. സത്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട്. കേരള പോലീസ് സത്യം പോലീസിന് കുറ്റം പറയുകയല്ല, വളരെ വിഷമത്തോടെ 4 ദിവസമായി നമ്മളിവിടെ ഈ മെഡിക്കൽ കോളേജ്, കാരണം നമുക്ക് ലോക്കൽ സപ്പോർട്ടുകളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ കാസർഗോഡ് നിന്ന് കണ്ണൂരിൽ നിന്ന് വന്നതാണ്. എന്റെ വീട് കാസർഗോഡാണ്. അങ്ങനെ വന്ന് ഇവിടെ നിൽക്കുവാണ്. ലോക്കൽ സപ്പോർട്ടില്ല. പക്ഷെ നമ്മൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മീഡിയയും പോലീസൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ ഖേദമുണ്ട്, ദുഃഖമുണ്ട്. നാണക്കേടെന്ന് പറഞ്ഞാണ്ടല്ലോ, പോലീസ് ഉദ്യോഗസ്ഥർ ഇതിലും വലിയൊരു നാണക്കേട് ഉണ്ടാവാൻ ഇതിലും വേറെ ഒന്നുമില്ല. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ അവിടെ പോയി അവന്മാർക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. നിങ്ങൾ അത് താടിയിലല്ല, വേറെ പലയിടത്തും. അതാണ് നിങ്ങൾക്ക് പറ്റിയ പണി. നിങ്ങൾ പല ആളുകൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന പോലെ പെട്ട് കിടന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസ് പേരിൽ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വീട്ടിൽ പട്ടിണി കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിപ്പോൾ പെട്ട് കിടന്ന് ജോലി ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ പട്ടിണിയാണ്, അയ്യോ പ്രതികരിക്കണ്ട, നമുക്ക് പട്ടിണി കിടക്കല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോഴും നിൽക്കുമോ? നിങ്ങൾ ഇതിനകത്ത് കുറെ ചാറ്റ് ഹിസ്റ്ററി, കുറെ ചാറ്റുകളും ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഇയാൾ ഈ കുട്ടികളെ ത്രട്ടൻ ചെയ്ത് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യയോട് ഞാൻ അറിയിക്കും. ആ സമയത്ത് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാര്യം. അപ്പോൾ കുട്ടി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴെല്ലാം മുമ്പേ ഈ പ്രചരണങ്ങൾ നടത്തിയിട്ട് കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട ഒരു തന്ത്രത്തിലേക്കാണ് അയാൾ പോയിക്കൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ലാസ്റ്റിന്റെ വീഡിയോക്കകത്തും ഇദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം വരുന്നത്. അതായത് ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ഫോൺ ആണെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പിന്നീട് ഇയാളുടെ ആവശ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി അത് സമ്മതിക്കാത്തത് കാരണമായിട്ട് പിന്നീട് പറഞ്ഞു, ഇത് ഞാനാണെങ്കിൽ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് അതുമായിട്ട് ഇയാളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഇച്ചിരി റോങ് ആയിട്ട് വന്നതിന്റെ പേരിൽ പിന്നീട് കുട്ടിയാണെങ്കിൽ ഈ ഫോൺ തിരിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ഈ ഒരു കടം വാങ്ങിച്ച കേസിനെ കുറിച്ചിട്ടും വന്നിട്ട് അതിന്റെ പുറത്തും ഇയാൾ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന പറഞ്ഞിട്ട് അതിന്റെ പേരിലും വേറെ കുറച്ച് വള്ളി ഉണ്ടായിരുന്നു. പിന്നീട് ഇയാളുടെ ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കടം കൊടുത്തത് പോലും ഇയാളുടെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ആയിട്ടുള്ള രീതിയിലാണ് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു പെൺകുട്ടീനെ കൂടെ കിടത്താൻ വേണ്ടി ഇയാൾ പല വഴി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് മാത്രമായിരുന്നു ഈ പറയുന്ന പോലെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇയാൾ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് വീട്ടിലേക്ക് ചെന്നത്. അതെ. അപ്പൊ എന്താണെന്നറിയില്ല, ഒരു പക്ഷേ അത് കുട്ടിയുടെ എടുക്കാനുള്ള ഒരു പദ്ധതിയാവാം, അല്ലെങ്കിൽ മറ്റേ അതിനെ കൃത്യമായിട്ട് എനിക്കില്ല. കാരണം 3 പേർ പോകുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അവരുടെ കയ്യിൽ മാസ്കിംഗ് ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു കുട്ടി പറഞ്ഞത്. മുഖം മറച്ച് ചുറ്റി വെക്കാൻ വേണ്ടി, ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ലക്ഷ്യം ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ആയിരിക്കാം. കുട്ടിയെ ലക്ഷ്യമുണ്ടായിരുന്നു, കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അവർ പോയത് ഒന്ന് കൊലപ്പെടുത്താനായിരിക്കും, അല്ലെങ്കിൽ മരണപ്പെടുത്താനായിരിക്കും.
പ്പെടുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം ആതിര കേസിലാണെങ്കിൽ ആ ഒരു സൈക്കോ ആ ഒരു ലേഡീനെ ചെയ്തേക്കുന്ന ആ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നാളെ ഒരിക്കൽ ആ ഒരു ലേഡിക്ക് ആ ഒരു ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇയാളുമായിട്ട് മുന്നോട്ട് നാളെ അങ്ങനെ ഒരു ഫിസിക്കൽ കോൺടാക്റ്റിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതേ ഫിസിക്കൽ കോൺടാക്റ്റിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് അയാൾ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം ഒരു സാധ്യത നമുക്ക് ഇതിനകത്ത് തള്ളിക്കളയാനും പറ്റില്ല. ഇന്നലെ ഒരു രാഹുൽ ഇയാളുടെ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു രാഹുൽ എന്ന് പറഞ്ഞ ആൾ എന്റെ സഹോദരി ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കയ്യിലെടുക്കാനും നമ്മൾ ഭീഷണിപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങളോട് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും അതിനും കൂടെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും നമ്മൾ പോകാറില്ല. നമ്മൾ ഈ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അവർക്ക് എന്ത് രാഷ്ട്രീയപരമായിട്ട് എന്ത് തന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിലും മുകളിൽ നിന്ന് ഏത് തലത്തിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. നമ്മുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും നമ്മൾ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും വരുന്ന ദിവസങ്ങളിൽ. ഇതിൽ വളരെ ക്ലിയർ ആണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് അയാൾക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, വീട്ടുകാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് അവരുമായിട്ട് കോൺടാക്ട് ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഇതുപോലെ വിളിക്കുകയോ കോൺടാക്ട് ഒക്കെ ചെയ്യുമോ? ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്കൊന്ന് ഫോൺ റേസ് ചെയ്യാനോ പറ്റാത്ത ആൾക്കാരാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത്. ഇത്രയും കേരള പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഈ ഒരു കേസിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള പുന്നാര മക്കളെ സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കോ മേലുദ്യോഗസ്ഥർക്കോ കാര്യങ്ങൾക്കൊക്കെ പറ്റുമോ? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വന്നു എന്ന കാരണം വളരെ ക്ലിയർ ആണ് ഈ ഒരു കാര്യത്തിൽ, അല്ലേ? ഇവന്മാരെ സംരക്ഷിക്കാനും ഇങ്ങനെ കുറേ എണ്ണങ്ങൾ. ഇവന്മാരെ സംരക്ഷിക്കുന്ന ആൾക്കാർ ഒരു കാര്യം ആയിരിക്കും, നാളെ നിന്റെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളുടെ അടുത്തായിരിക്കും ഈ രീതിയിൽ ചെയ്യുന്നത്. ഒരുപക്ഷെ നിന്റെ അമ്മയുടെ അടുത്തായിരിക്കും ഇത് ചെയ്യുന്നത്, അല്ല നിന്റെ പെങ്ങളുടെ അല്ലെങ്കിൽ നിന്റെയൊക്കെ മക്കളുടെ അടുത്തായിരിക്കും ചെയ്യുന്നത്. അപ്പോഴും ഈ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ നിൽക്കുന്ന ആൾക്കാർ അപ്പോഴും ഈ സപ്പോർട്ട് തന്നെ ചെയ്യണം കേട്ടാ. കാണാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഇരുട്ടിലാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. കൺമുന്നിൽ ആളുണ്ടെങ്കിൽ ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള നിലപാട് തന്നെയാണ് എന്റെ ഭാഗത്തുനിന്ന് കുടുംബങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. കാരണം 4 ദിവസമായിട്ട് ഇതിനേക്കാൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രതിയെ വിളിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. നമ്മൾ ഇതിലും ലൊക്കേഷൻ ട്രേസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കേസ് 4 ദിവസങ്ങളായിട്ട് ഇങ്ങനെ വിളിച്ചു വെക്കുന്നതിന് നമുക്ക് അതിയായ ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വീരപ്പനല്ലയോ കിട്ടാനെ കൊണ്ട് ഇത്രയും വലിയ പ്രയാസമുള്ളത്? ഇത്രയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വന്നതിന്റെ പേരിൽ നട്ടല് പണയം എടുത്തിട്ട് അയാൾക്ക് ക്ഷവരം ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ പറയുന്നത് ഇവിടുത്തെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. ഓക്കെ, നാണക്കേടാണ് നിങ്ങൾക്കൊക്കെ. എന്ത് തോന്നിയ ദിവസമാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു പെൺകുട്ടി കിടക്കയിലിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ മൊഴി തന്നെയാണ് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ്. ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു വീഡിയോ, നമ്മൾ ആ ഒരു വീഡിയോ കേട്ടിട്ട് നമുക്ക് തന്നെ, ഞാൻ തന്നെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ട് നമുക്ക് എന്തോ പോലെ പോയി. നമുക്ക് ആ ഒരു വോയിസ് കേട്ടിട്ട് തന്നെ നമുക്ക് വേറെ എന്തോ രീതിയിലായി പോയി നമ്മുടെ ബോധം തന്നെ. അത്രയും രീതിയിലുള്ള സിറ്റുവേഷൻ ആണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്ന് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നടപടി എടുക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം ഊരി വെച്ചിട്ട് അല്ല കട്ടപ്പാറ എടുത്തിട്ട് കക്കാൻ പോകും. അതാണ് നിങ്ങൾക്ക് പറ്റിയ പണി. ഓക്കെ, ഇനിയിപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പാഠപുസ്തകത്തിൽ ഈ ഒരു കേസ് പഠിക്കാൻ കൊടുക്കാം. അതിലൂടെ അവർക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചറിവായിരിക്കും. അതായത് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി സപ്പോർട്ടുള്ള ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ എന്ത് തന്തയില്ലായ്മത്തരം കാണിക്കാം എന്നുള്ളത്. ഓക്കെ.